ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്നൊരു ഐസ്ക്രീം ഉണ്ടാക്കിയാലോ. ഞങ്ങളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് പപ്പായ ഐസ്ക്രീമാണ്. അതിനായിട്ട് ഒരു പാക്കറ്റ് പാല് ഒരു നോൺ സ്റ്റിക്ക് കുക്കുവെയറിലോട്ട് ഇടുന്നുണ്ട്. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 2-3 ടേബിൾ സ്പൂൺ ആവശ്യത്തിന് മധുരത്തിനായി കുറച്ച് പഞ്ചസാരയും ഇടുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് എന്തെങ്കിലും ഫോർക്കോ സ്പൂണോ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ട പിടിക്കാതെ വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു അടുപ്പത്ത് വെച്ച് കുറച്ച് നേരം കുറുക്കിയെടുക്കാം. ഒരു 15 മിനിറ്റോളം വേണം കുറുക്കിയെടുക്കാൻ. ഒരു ജെല്ലി ലൈക്ക് സ്ട്രെച്ചർ ആവുന്നവരെ ഒന്ന് ജസ്റ്റ് കുറുക്കിയെടുക്കുക. എന്നിട്ടൊരു പ്ലാസ്റ്റിക് പാത്രത്തിലോട്ട്, ഒരു കണ്ടെയ്നറിലോട്ട് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു 2 മണിക്കൂറോളം ഫ്രീസ് ചെയ്തെടുക്കണം. 2 മണിക്കൂർ ഫ്രീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കത് എടുക്കാം. എടുത്തു കഴിഞ്ഞിട്ട് നമുക്കത് ഒന്നുകൂടെ ബീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റോളം ബീറ്റ് ചെയ്യണം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ബീറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് എസൻസിന് വേണ്ടിയിട്ട്, ഇവിടെ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. എന്തെങ്കിലും ഏലക്ക പൊടിച്ചതോ എന്തെങ്കിലും ഒരു എസൻസിന് വേണ്ടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്നുകൂടെ ബീറ്റ് ചെയ്യുക. എന്നിട്ട് കുറച്ച് പപ്പായ കട്ട് ചെയ്ത പീസാണ്. ഇത് പപ്പായ ഐസ്ക്രീം ആയതുകൊണ്ടാണ് പപ്പായ കട്ട് ചെയ്തിടുന്നത്. ഏത് ഐസ്ക്രീമാണോ ഫ്ലേവർ അത് കട്ട് ചെയ്ത്, ആ ഫ്രൂട്ട് കട്ട് ചെയ്തിടാവുന്നതാണ്. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്യുക. എന്നിട്ടൊരു കണ്ടെയ്നറിലോട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്രീസ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഡെക്കറേറ്റ് ആവശ്യമുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞങ്ങൾ കുറച്ച് നട്ട് മിക്സ് ആണ് ഉപയോഗിക്കുന്നത്. അത് കുറച്ച് കൂടുതൽ എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് പപ്പായ കട്ട് ചെയ്ത പീസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ആ പപ്പായ കട്ട് ചെയ്ത പീസും കൂടെ എല്ലാ വശത്തോട്ടും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് അത് ഫ്രീസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഐസ്ക്രീം, ഹോം മെയ്ഡ് ഐസ്ക്രീം റെഡി ആവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ജസ്റ്റ് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്. എല്ലാവരും റെസിപ്പി ചെയ്തിട്ട് നല്ലതാണോന്നൊന്ന് കമൻറ്റും കൂടെ അറിയിക്കണേ. ബൈ.